ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000-ഓളം ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതിറാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം.എസ്. ബാബുരാജ്, എം.എസ്. വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി. ദേവരാജൻ, എ.ആർ. റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയതിനിലെ സെന്തൂരപ്പൂവെ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടി പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൾ തൻ സ്വർണമുകിലെ സൂര്യകാന്തി സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനു ശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ, ചലച്ചിത്ര, സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. ജാനകിയമ്മയോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ, കാരണം ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷേ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിനുണ്ടായിരുന്നു. മൂടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറയുന്ന ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി. സുശീല പെരിയാറിൻ്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി. കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു.
കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000-ഓളം വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സതാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യയ്ക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൗജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൗകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹൂങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക S. ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.